ദൈവാനുഗ്രഹത്താലും കൂട്ടായ്മയിലായതിനാലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഗുരുസിംഗ്. എല്ലാവർക്കും ഒരു ഹായ്. ഹായ് ഹായ് ഗുരുസിൻ ചേട്ടാ. ഹായ് ഹായ്. ഭായ്. ഹായ്, ഹായ് വളരെ ഗുരുസിൻ. സന്തോഷം. ഹായ്, സന്തോഷം. കാലത്താണ് രാമേട്ടൻ വിളിച്ചത്. ഹായ് ഹായ്. ഹായ്. അപ്പോ ഇന്നത്തെ പ്രതിഫലനങ്ങളെ കുറിച്ചിട്ട് അപ്പൊ അതിന് അപാകതകൾ തന്നെ ആവട്ടെ, അഹങ്കാരം മാത്രം ആവണ്ട. എന്റെ അപാകതകൾ കൂടിയിട്ടൊന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താൻ പറ്റും, അത് സംസാരിക്കാനും പറ്റും. ഇപ്പൊ തന്നെ സംസാരിക്കുമ്പോ തന്നെ ഒരു ചെറിയ അപാകതയാ. നല്ല തൊണ്ടവേദന ഉണ്ട്, ചുമണ്ട്. അപ്പോ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയതാ. അപ്പൊ ഇത് വരുമ്പോഴേക്ക് തന്നെ ഞാനത് കൊറോണയാണോ അല്ലെങ്കിൽ നിപ്പയാണോ ആ തരത്തിലേക്കാണ് ചിന്ത പോവുക എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിലകലെയാ. ചെറിയൊരു കാര്യത്തെ ഏറ്റവും വലിയ രീതിയിൽ അതിനെ പാർവതീകരിക്കുന്ന, അല്ലെങ്കിൽ അത് ആലോചിച്ച് വിഷമിക്കുന്ന, ഇപ്പോഴും 7 വർഷം 9 മാസം 27 ദിവസമായിട്ടും നിലനിൽക്കുന്നുള്ളതാണ്. ഇത് മാത്രല്ല, ഒരുപാട് അപാകതകൾ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇതൊക്കെ ആൽക്കോളിസംസിൽ വന്നിട്ട് മദ്യാസക്തനാന്ന് തിരിച്ചറിയുക, അതോടൊപ്പം തന്നെ ഉണ്ടാവുന്ന പല ആസക്തികളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാവുക, എന്നെ മനസ്സിലാവുന്ന ഒരു പ്രോഗ്രാം. അത് കുറെ മനസ്സിലാവുമ്പോ തന്നെ കുറെ ഭയവും കുറെ അപാകതകളിൽ നിന്നൊക്കെ ഒരു കുറവ് സംഭവിക്കുന്നുണ്ടെന്നില്ല. അപ്പൊ ഇന്ന് ജീവിക്കുന്ന തരത്തിലേക്കൊക്കെ അതിനെ മാറ്റപ്പെടാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. വേറെ എവിടെയും കിട്ടിയിട്ടില്ല, ആൽക്കോളിസംസിലെ കിട്ടിയത്. അതുകൊണ്ടാണ് ഇത്രയും സമയം ഒരു ദിവസം മദ്യം മാറ്റി വെച്ചിട്ട് ആ മദ്യം മാറ്റിവെക്കലിലൂടെ മറ്റുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചതും ഒറ്റയ്ക്കിരുന്നു കൊണ്ടല്ല, കൂട്ടായ്മയിലായതുകൊണ്ടാണ്, മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ്, മറ്റുള്ളവരുമായി സംസാരിക്കുന്നതും അവർ പറയുന്നത് കേൾക്കുന്നതും കൊണ്ടാണ്. അതിനനുബന്ധപ്പെട്ട ലിറ്ററേച്ചറുകൾ, നമ്മളെക്കാട്ടും അറിവുള്ള, നമ്മളെ മുന്നേ പോയ സ്പോൺസർ, പഴമക്കാർ, അവരുമായിട്ടുള്ള സംസാരങ്ങള്, നിർദ്ദേശങ്ങള്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ അപാകതകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒറ്റയ്ക്കിരുന്നാൽ എനിക്കത് കിട്ടിയിട്ടില്ല. ഞാനൊരു 18 വയസ്സിൽ മദ്യപാനം തുടങ്ങിയ ആളാണ്. വളരെ പെട്ടെന്ന് തന്നെ മദ്യാസക്തനാവുകയും ചെയ്തു. 20-ാം വയസ്സിൽ തന്നെ അമിതമായി കുടിക്കുന്ന, ബ്ലാക്ക് ഔട്ട് സംഭവിക്കുന്ന മദ്യാസക്തനായ ആളാണ്. അന്ന് മുതൽ എനിക്ക് മദ്യപാനം നിർത്തണം എന്നുള്ള ആവശ്യം വന്ന ആളാണ്. 20-ാം വയസ്സിൽ തൊട്ട് മദ്യപാനം നിർത്തണം എന്നുള്ള ആവശ്യം വന്ന ആളാണ്. കാരണം അതൊരു സാമൂഹിക ബുദ്ധിമുട്ട്, കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, എല്ലാ തലത്തിലും ആളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ ചെറുപ്പം തൊട്ട് തന്നെ. വിവാഹിതനല്ലെങ്കിലും മറ്റുള്ള എല്ലാ തരത്തിലും അത് ബാധിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഭയമൊക്കെ അപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 20-ാം വയസ്സിൽ തന്നെ കാലത്ത് എണീക്കുമ്പോൾ ആ ഭയവും സ്വയംസഹതാപവും കുറ്റബോധവും അതൊക്കെ അന്നിട്ട് തന്നെ, അതിനൊന്നും അഡ്രസ് ചെയ്യാൻ പറ്റില്ല അന്ന്, പക്ഷെ അന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിർത്താനുള്ള പരിപാടികൾ ഞാൻ കുറെ അന്വേഷിച്ചുള്ള ആളാണ്. നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തതും സ്നേഹിതന്മാര് പറഞ്ഞതും വായിച്ചതും പല രീതിയിൽ എങ്ങനെയാണ് മദ്യപാനം നിർത്താൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ ചെന്നെത്തിയിട്ട് കുറച്ചു കാലം നിർത്തും, വീണ്ടും മദ്യത്തിലേക്ക് പോകും. അപ്പൊ അതൊരു 23 വർഷമാണ് അതിനു വേണ്ടി മെനക്കെട്ടിട്ടുള്ളത്. അപ്പൊ ഓരോ വർഷം കൂടുന്തോറും ആ കുടിക്കുക വീണ്ടും തുടങ്ങുന്നതിന്റെ രീതിയിലുള്ള എല്ലാ അപാകതകളും എല്ലാ പ്രശ്നങ്ങളും വളരെ ആഴത്തിൽ തന്നെ അത് വേരുറച്ചു പോയി എന്നുള്ളതാണ്. അപ്പോ 25 വർഷത്തെ മദ്യപാനം, അത് നിർത്താനുള്ള ബുദ്ധിമുട്ടുകളും മാത്രമാകുമ്പോ ജീവിതം ഒരു മനുഷ്യന് കിട്ടേണ്ട ഒരു നല്ല ഗുണങ്ങള് പൊന്തി വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പൊന്തി വന്നതൊക്കെ അപാകതകളാണെന്നുള്ളത് അത് തിരിച്ചറിഞ്ഞതാണ്. ഒന്നൊന്നല്ല, അതിന്റെ ഒരു വലിപ്പം വളരെ വലുപ്പമാണ്. ഇനി എത്രയോ കണ്ടെത്താനും മനസ്സിലാക്കാനും ഇരിക്കുന്ന അത്രത്തോളം ഇതാണെന്നുള്ളതാണ്. നീ പറയ്ക്കുന്ന ആണികളൊക്കെ ആവശ്യമില്ലാത്ത ആണികളെന്ന് പറഞ്ഞ പോലെ എല്ലാം അനിയന്ത്രിതമായി പോയ ഒരു ജീവിത രീതിയായിരുന്നു എന്നാണ്. ഒരു കൃത്യനിഷ്ഠയില്ലാത്ത, അച്ചടക്കമില്ലാത്ത, അനുസരണയില്ലാത്ത, എല്ലാ തരത്തിലും
ശരീരത്തിനും മനസ്സിനും വൈകാരിക തലത്തിലും ആത്മീയ തലത്തിലും കുടുംബപരത്തിലും സാമൂഹ്യപരമായ തലത്തിലും എല്ലാ തരത്തിലും ഒരു പാകമുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടില്ല, ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇന്നത്തെ പ്രതികരണങ്ങൾ തന്നെ പറഞ്ഞത് അഹങ്കാരം, പ്രണയബന്ധവും അഭിമാനവും സുരക്ഷിതത്വ ബോധവും അവനാനെ കിട്ടുന്ന വിഹിതത്തിനെക്കാട്ടും കൂടുതലായിട്ട് മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി എന്നുള്ള രീതിയിലാണ്. അപ്പോ മദ്യാസക്തി മാത്രം എല്ലാവരെയും ആ രീതിയിൽ. അപ്പൊ ഇതിനൊരു ചിട്ടയോടെ വളരേണ്ട ഒരു ജീവിത രീതി ആയിരുന്നില്ല, സാഹചര്യങ്ങൾ അതായിരുന്നില്ല. പലപ്പോഴും പറഞ്ഞു കേട്ടു, കൂട്ടായ്മയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ജനിതകമായിട്ട് ഉണ്ടാവാം മദ്യാസക്തി രോഗം, പിന്നെ ആ സാഹചര്യങ്ങളിലൂടെ അത് വളരുക എന്നുള്ളതാണ്. ഓൾറെഡി അത് മദ്യാസക്തി രോഗം ഉള്ള അമ്മയുടെ തറവാട്, അച്ഛൻ മദ്യപിക്കില്ല, എന്റെ മാമൻ മദ്യാസക്തനാണ്, മാമനി പറയുന്ന പല മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇതാണ്. പിന്നെ അപ്പൊ ഓൾറെഡി അത് ജനിതകമായിട്ട് ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ വളരുന്ന സാഹചര്യങ്ങൾ, ഒരു 15 വയസ്സിന്റെ ഉള്ളില് അച്ഛൻ മരിക്കുന്നു. ഞാൻ ബഹുമാനിച്ച് സ്നേഹിച്ച് അനുസരിക്കുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് അച്ഛൻ, അതുവരെ ഞാനൊരു അന്തർമുഖനായ വളരെ നാണം കുണുങ്ങിയായ ഒരു കുട്ടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോ കൂട്ടത്തിൽ കൂടാൻ അപകർഷതാബോധം എല്ലായിടത്തും ഉണ്ട്. പിന്നെ 2 ചേട്ടന്മാരുണ്ട്, ഒരു അനിയുണ്ട്. അപ്പൊ അവരെ ബലത്തിലൊക്കെയാണ് കളിസ്ഥലത്ത് ഇതിലൊക്കെ നടക്കുക. എപ്പോഴും ഒരു ഭയമൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്നാണ്. എപ്പോഴും വീട്ടില് ആ ഒരു മുൻനിരയിലേക്ക് വരില്ല, എപ്പോഴും ഒരു ബാക്കിൽ നിൽക്കുക. സ്റ്റേജിൽ കയറാൻ പറ്റില്ല, ഒരു ക്ലാസ്സില് ഒരു ലീഡറായിട്ട് ഇരിക്കാൻ പറ്റില്ല, മറ്റുള്ളൊരു അഭിമുഖമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അത്രത്തോളം ഇതിനൊക്കെ സംഘർഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതൊക്കെ വല്ലായി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളൊക്കെ ആയിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് ഈ മദ്യം ഉള്ളിലേക്ക് വന്നപ്പോ ആകെ ശിഷ്ടൊക്കെ തകിട്ട് കൂടി ചെയ്യുന്നതാണ്. പെൺകുട്ടികളോടൊന്നും സംസാരിക്കാൻ ഭയങ്കര ഷെയിമൊക്കെ ഉള്ള ഞാൻ വളരെ ഭംഗിയായിട്ട് അവരോട് സംസാരിക്കുന്നു, തമാശയൊക്കെ പറയുന്ന രീതിയിലാവുന്നു, അവരൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാവുന്നു. ഈ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ ഒരു നേതൃത്വ നിലയത്തിലേക്ക് വരാൻ പറ്റുന്നു. ഉള്ളിൽ എന്തോ ഒരു ഭാരം ഒക്കെ കുറഞ്ഞ ലാഘവത്തുണ്ടായിട്ട് വേറൊരു രൂപത്തിലേക്ക് ഒരു പരിപാടി. അപ്പൊ അതാണ് ഉള്ളിലുള്ള മദ്യാസക്തി. ശരിക്കും ചിലപ്പോ ഇതില് മറ്റു അറിവുള്ളവർ പറഞ്ഞിട്ട് ഡിപ്രഷനോ ആങ്സൈറ്റിയോ ബൈപ്പോളോ ഇത് രോഗം ഉണ്ടെങ്കിൽ മദ്യം ആദ്യത്തെ ഇതിൽ കുറച്ച് മരുന്നായിട്ട് രീതിയിലേക്ക് മാറുന്നു. ഇപ്പൊ ഇതില് വന്ന ശേഷം ഇതൊക്കെ അറിയുന്നത്, ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ചിട്ടും എൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയുന്നത് ആൽക്കോളിസം നിരന്തരം മീറ്റിങ്ങുകൾ കേൾക്കുകയും അതിനനുബന്ധപ്പെട്ട ചർച്ചകളും വായനകൾ തന്നെയാണ് എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാകുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഈ പറയുന്ന ഏതിലൊക്കെ തരത്തില് അത് പ്രവർത്തിച്ച് ഈ പറയുന്ന തരത്തിലേക്ക് ഇല്ലാത്തൊരു ധൈര്യം, ധൈര്യവാനായി മാറുന്നു. അപ്പൊ ഉള്ളിലത്തെ കുറെ ഒരു നെഗറ്റീവായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് പ്രായത്തിന്റെ ആയിരിക്കാം അതിൻ്റെ ഒരു അവസ്ഥ. പിന്നെ ആകർഷണം തോന്നുന്നത് മദ്യം കഴിക്കുന്ന ആൾക്കാരും മദ്യം കഴിച്ചിട്ട് സംസാരിക്കുന്ന സംസാരങ്ങളും അവരെ പ്രവൃത്തികളും ഒരു സമൂഹത്തെ നിഷേധിക്കുന്ന ആൾക്കാർ, തൻ്റെടികള്, അങ്ങനത്തെ രൂപത്തിലുള്ള ആൾക്കാരോടാണ് ഒരു ആകർഷണം ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ ചിട്ടയെ വളർത്തിയ ഒരു ഭക്തിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്രത്യക്ഷമായി മദ്യം വന്നപ്പോ. പിന്നെ ആകർഷണമാവുന്നതും എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ എന്നില് ഈ അപാകതകളെ വളരാൻ വളരെ പെട്ടെന്ന് വളർന്നതാണ്. മദ്യം അതിന് പെട്ടെന്ന് വളമായി മാറിയുന്നതാണ്. ആരെയും നിഷേധിക്കാൻ യാതൊരു കുഴപ്പമില്ല, അനുസരിച്ചിരുന്ന ആളാണ്. പെട്ടെന്ന് നിഷേധിക്കും, ധൈര്യം പെട്ടെന്ന് വരും, ആൾക്കാർ കളിയാക്കാനോ എന്തിനൊക്കെ ധൈര്യം വരും.
എപ്പോഴും മദ്യം വേണം. അപ്പൊ ഈ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കില് കുറച്ചു കാലം ഞാൻ ഈ ആർട്ട് ഓഫ് ലിവിങ്ങിനും ഇതിലൊക്കെ പോയിട്ടൊരു വർഷത്തോളം മദ്യപാനം നിർത്തി. അപ്പോ അതൊരു കടയിൽ മദ്യപിക്കുന്ന ആൾക്കാരുടെ കൂടെ തന്നെ കടയിൽ ഇരിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ ഒരു വേറൊരു സ്നേഹിതനും മദ്യപാനം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ സുഹൃത്ത് തന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 ബ്ലാക്ക് ലേബിൾ വെച്ചിട്ട് കടയിൽ വെച്ചു. പാക്കറ്റ് സിഗരറ്റ് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ രാത്രി അവരവിടെ, ഞാനൊരു വർഷത്തോളമായിട്ട് മദ്യപാനം നിർത്തിയുള്ളതാണ്. അപ്പൊ എന്റെ ഷോപ്പിലാണെങ്കിൽ എല്ലാവരും കൂടുക, ഗ്യാങ്ങുകളൊക്കെ കൂടുക, അവിടെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ എപ്പോഴും സുഹൃത്ത് ബന്ധങ്ങളായിട്ട് നടക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ ഈ ബ്ലാക്ക് ലേബിളാണ്. അവിടെ മെരൂനെ കിട്ടി, മെരൂനെ പാകം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിൽക്കുക, ഒരു വർഷം മദ്യപാനം നിർത്തിയ എന്റെ കൂടെ നിർത്തിയാൻ പറയാണ്, നീ ഒരു പെഗ് അടിച്ചാൽ ഞാൻ 2 പെഗ് അടിക്കും. അപ്പൊ അതുവരെ അവിടെ ചീട്ട് കളിക്കുക. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, ചീട്ട് കളിക്കുന്നു, ഞാൻ പുകയില സിഗരറ്റ് ഒക്കെ നിർത്തിയിട്ട് അവരെ ഉപദേശിക്കും, എന്തിനാ സിഗരറ്റ് വലിക്കുന്നത്, ശരീരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ, ചീട്ട് കളിക്കുന്ന പൈസ വീട്ടിൽ പോയി. അപ്പൊ അങ്ങനെ ഈ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കുറെ കാര്യങ്ങള്, ഈ ഇതൊക്കെ ഞാൻ അവരോട് സംസാരിക്കുക. അപ്പൊ അവർക്കൊക്കെ ഉള്ളിൽ ഭയങ്കര അമർഷം, ദേഷ്യമൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ ഇങ്ങനെ പൊട്ടിക്കണമെന്നുണ്ടായിരിക്കാം. അപ്പൊ അവർ ഒറ്റ പെക്കടിക്കണം. അപ്പൊ ഞാൻ ചീട്ട് കളിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, മത്സ്യമാംസങ്ങളൊന്നും കഴിക്കില്ല. അത് എന്താ പറയാ, അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. മത്സ്യമാംസം കഴിക്കാതെ, ഈ പഞ്ചസാര മൈദ ഐറ്റംസ് കഴിക്കാതെ ഒരു വർഷം എപ്പോഴും നെറ്റിയിൽ കുറി അങ്ങനെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ പറയണ, മദ്യം കഴിച്ച ഒരു പെക്കടിച്ച ഒരു മദ്യം കഴിക്കുകയാണ്. ബ്ലാക്ക് ലേബിൾ ആണ്, കുറെ ആൾക്കാരുണ്ട്, ഒറ്റ പെക്കടിക്കുമ്പോൾ ഞാൻ ഒരു പെക്കറ്റ് അടിച്ചു എന്നുള്ളതാണ്. ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ പെക്കിൽ സിഗരറ്റ് എടുത്തു, ചീട്ട് കളിക്കായിരുന്നു. എന്റെ ഫോണില് എന്റെ പഴയ അധാർമികമായ ആൾക്കാരെ, സുഹൃത്തുക്കളൊന്നും വിളിക്കില്ല, കട്ട് ചെയ്തൊക്കെ തിരിച്ചു വന്നു. ഒറ്റ ദിവസം കൊണ്ടാണ്. മദ്യം എന്നൊരു വസ്തു എടുത്തപ്പോ ഇതെല്ലാം കണ്ടു വന്നു ഒറ്റ ദിവസം കൊണ്ട്. അപ്പോ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്, എന്റെ അപാകതകൾ മനസ്സിലായിട്ടില്ലെങ്കിൽ, എന്റെ വൈകല്യങ്ങൾ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ, എന്റെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീണ്ടും കുടിച്ചു പോകുന്നത്. അങ്ങനെയാണ് 23 വർഷം ഞാൻ കുടിച്ചു. മദ്യം മാത്രമേ എന്നിൽ നിന്ന് മാറ്റി നിൽക്കാനും മറ്റുള്ള ബാക്കിയൊക്കെ ഉള്ളിൽ ഈ പറയുന്ന എല്ലാ വൈകല്യങ്ങളും വൈകൃതങ്ങളും ബലഹീനത എനിക്ക് അറിയില്ലായിരുന്നു. അതൊന്നും എന്താ, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, ജീവിക്കേണ്ടതാണ്. തല്ലുണ്ടായി തല്ലണം, ആൾക്കാരെ പേടിപ്പിക്കണം, ഞാൻ പറഞ്ഞ എല്ലാവരും അനുസരിക്കണം. അങ്ങനെ മദ്യം ഒഴിച്ചിട്ട് ഭയങ്കരമായ രീതിയിലുള്ള ഞാനല്ലാത്ത രീതിയിൽ വേറൊരാളായിട്ട് അഭിനയിച്ച് ജീവിക്കും. അതിന്റെ ഫലം വീണ്ടും മദ്യത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ ഈ കഥ കൂടി കേട്ടു. ഒരു രാജാവ് ഒരു സന്യാസിയുടെ അടുത്ത് പറയാണ്, 4 കാര്യങ്ങൾ ചെയ്തു. ഒരു സ്ത്രീനായിട്ട് ബന്ധപ്പെടുക, ചീട്ട് കളിക്കുക, അങ്ങനെ ചൂതാട്ടം നടത്തുക, അങ്ങനെ മദ്യം കഴിക്കുക. 4 കാര്യങ്ങൾ സന്യാസി അത് പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, ലാസ്റ്റ് ഏതെങ്കിലും ചെയ്തില്ല. അപ്പൊ സന്യാസി ആകെ വെള്ളമല്ല, മദ്യം എടുത്ത് കഴിക്കുകയും അതിനൊപ്പം തന്നെ ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സന്യാസിയുടെ അവസ്ഥയുള്ള ഒരാളെ പോലും മദ്യം അവന്റെ ജന്മവാസനകളായ അവന്റെ ഈ വൈകല്യങ്ങളെ ഉയർത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഈ ജന്മവാസനകളുടെ ആധിക്യം, അതിൻ്റെ ഒരു കാര്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാൻ വീണ്ടും മദ്യത്തിലേക്ക് പോകും. എനിക്ക് ജന്മവാസനകളായ കുറെ കാര്യങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ടിട്ട്, ഞാൻ ഈ സ്വഭാവ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഇന്ന് ജനങ്ങൾ പറഞ്ഞ പോലെ എന്റെ വിഹിതത്തെക്കാട്ടും കൂടുതൽ ഉപയോഗിച്ച് ശീലിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മദ്യമില്ലാതെ ഇതെല്ലാം ഞാൻ തുടർന്ന് പോവുകയാണെങ്കിൽ എൻ്റെ കാര്യം കുറച്ച് പരങ്ങലാവുകയും, കാരണം അതെന്റെ മുൻ അനുഭവങ്ങളുണ്ട്. എൻ്റെ ഇപ്പോ മുൻകാല എനിക്ക് ഓർമ്മ വെച്ചുള്ള കാലത്തൊട്ടൊക്കെ നമ്മളെ പ്രോഗ്രാം നമ്മളെ അനുഭവങ്ങൾ തന്നെയാണല്ലോ നമ്മളിപ്പോഴും
ഈ ജീവിതത്തിൽ പകർത്തുന്നത്. ഇപ്പൊ ഒരു ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ, നമ്മളെ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ ബിഗ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളും ഷെയറിങ്ങിൽ കേട്ട കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തി സ്വന്തം അനുഭവങ്ങളാക്കി ആ അനുഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അല്ലാണ്ട് പഠിച്ച് മെമ്മറിയിൽ ഇരിക്കുന്ന കാര്യം അല്ലല്ലോ നമ്മൾ എപ്പോഴും ആൽക്കോളിസംസിൽ ഷെയർ ചെയ്യുക. എപ്പോഴും നമ്മൾ ആ അറിവ് നമുക്ക് വേണം. അറിവില്ലാത്തതാണ് നമുക്ക് പ്രശ്നം ഉണ്ടായത്. ആ അറിവ് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാം പോലെ ആ പ്രോഗ്രാം പ്രവർത്തിക്കണം. അപ്പോ ഇപ്പൊ ഈ 6ഉം 7ഉം പടികള് സന്നദ്ധനായി അപാകതകൾ മാറ്റുവാൻ 7 വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അപ്പൊ ഈ 1ലും 4ലൊക്കെ നമുക്കിത് നമ്മളൊരു മനസ്സിലാക്കി എടുക്കണമല്ലോ എന്തൊക്കെയാണ് പ്രശ്നം, മദ്യത്തിൽ ശക്തിഹീനാണ്, ജീവിതം അനിയന്ത്രിതമായത് ഏതെല്ലാം തരത്തിലാണെന്നുള്ളതാണ്. അപ്പൊ ആൽക്കോളിസംസിൽ വരുമ്പോ ഞാൻ മദ്യം, സിഗരറ്റും, ആൻസും, മുറുക്കാനും എല്ലാം ഉപയോഗിച്ചിരുന്നു. ആൽക്കോളിസംസിൽ വന്ന് മദ്യം ഓരോ ദിവസമായിട്ട് മാറ്റിവെച്ചു. എന്നാൽ ഇതൊന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല. ലഹരികളൊന്നും, കാരണം ഞാൻ ആദ്യത്തെ 2 ദിവസം നല്ല എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ ആരും പുക വലിക്കാത്തവരും ഹാൻഡ്സ് വെക്കാത്തവരും വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് വെക്കാൻ വേണ്ടി മീറ്റിംഗ് കഴിഞ്ഞ് ഓടും. ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞപ്പോ അപ്പുറത്തിരുന്ന ആൾക്കാർ വലിക്കുന്നു. അപ്പൊ പിന്നെ ഈ മീറ്റിങ്ങിന് ഭയങ്കര ഇഷ്ടമായി. പുക വലിക്കണവരും ഹാൻഡ്സ് വെക്കണവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെ ഇഷ്ടം. പിന്നെ കുറച്ച് മനസ്സിലായി ഞാൻ തന്നെ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു അഭിനയത്തിന്റെ ആവശ്യമൊന്നുമില്ല ആൽക്കോളിസംസിൽ. ഹാൻഡ്സ് വെക്കുന്നുണ്ടെങ്കിലും സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിലും പരദൂഷണം പറയണ്ടെങ്കിലും മറ്റുമില്ല ചീട്ട് കളിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ആരും മാറ്റി വെക്കുക ഇതൊന്നുമില്ല. അതിന്റെ ഒരു സത്യസന്ധതയോടെ. മറ്റേത് പിന്നെ ഇതൊന്നും ചെയ്തില്ല ഷെയറിങ്ങിൽ പറയുമ്പോ അല്ലാതെ നല്ലതായി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു അപ്പൊ ഈ മെമ്പർമാർ പെട്ടെന്ന് പോവുക ചെയ്യുക. സംസാരത്തിലേക്ക് കേട്ടിട്ട് പെട്ടെന്ന് പോകും. പിന്നെയാണ് സിഗരറ്റ് വലിയും അത്യാവശ്യം പറഞ്ഞ ഗോസിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പണ്ട് ഞാൻ ഈ ഒരു ആർട്ട് ഓഫ് ലിവിംഗ് പോയിട്ട് മദ്യപാനം നിർത്തിയ പോലെ മത്സ്യം, മാംസം, മൈദ, പഞ്ചസാര, വറവാസ്തനങ്ങൾ അങ്ങനെ ത്യാഗപൂർവമായിട്ടുള്ള രീതിയിലൊന്നല്ല ഇവിടെ മദ്യം മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ പ്രോഗ്രാമിൽ പറയുന്നുണ്ട് യാതനകളോടുള്ള സ്വഭാവ രൂപീകരണം സന്യാസികൾക്ക് നല്ലതായിരിക്കും, പക്ഷെ നമുക്ക് നല്ലല്ല. അതൊക്കെ 7ാം പടിയിൽ പിന്നെ വായിക്കുമ്പോഴാണൊക്കെ മനസ്സിലാവുക. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്നെ ഒരു മദ്യപാനം നിർത്താനും സ്വഭാവം രൂപീകരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ടൊക്കെ പരാജയപ്പെട്ടിരുന്നു. അപ്പൊ എന്റെ എല്ലാ അപാകതകളും എന്റെ എല്ലാ വൈകല്യങ്ങളോട് ആൽക്കോളിസംസിൽ വരികയും എനിക്ക് അപ്പൊ ആൽക്കോളിസംസിന്റെ അപ്പൊ എന്റെ അതേപോലെ ഞാനായിട്ട് എനിക്ക് വരാൻ പറ്റും. എനിക്കിങ്ങനത്തെ ദുഷ്ചിന്തകളുണ്ട്, എനിക്കിങ്ങനെ അപാകതകളുണ്ട്, എനിക്ക് കുറെ നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ട്. എനിക്ക് എന്റെ അപ്പുറത്തുള്ള ആൾക്കാരോട്, എന്റെ കൂട്ടുകാരന്മാരോട് അതൊക്കെ യാത്രയിലും പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു മുകളിലത്തെ ഈ ലഹരികളൊക്കെ പറഞ്ഞ പോലെ പുകവലി നിന്നു, ഹാൻസ് നിന്നു, മറ്റുള്ള ചൂതാട്ടം നിന്നു, ചീട്ടുകളിൽ നിന്നു, അമിതമായ ഭക്ഷണത്തിൽ, അങ്ങനെ ഒരു പെട്ടെന്ന് മുന്നിൽ കാണുന്ന ലഹരികള്, അതേപോലെ തന്നെ ഇപ്പൊ ഒരു ചൂതാട്ടം, അഹിത ബന്ധങ്ങള്, അതിന്റെ ഒരു ഫിൽട്രേഷൻ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് കാലം കൊണ്ട് തന്നെ വരികയും അതിന്റെ ഒരു ബോധമുണ്ട്. ഇത് കഴിഞ്ഞൊരു ശാന്തമായ പ്രക്ഷോഭ അവസ്ഥ ഇല്ലാത്തൊരു ബോധത്തിലാണ് സത്യത്തില് ബാക്കിയുള്ള അപാകതകളെ മുന്നേ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഉപയോഗവും ഇതിന്റെ ഒരു ആധിക്യം കാരണം പഴമക്കാരും സ്പോൺസറും എല്ലാരും പറയുന്നുണ്ടെങ്കിലും അതൊരു കേൾവിയായിട്ടേ പോവുള്ളൂ. ദേഷ്യക്കാരനാണെന്ന് പറഞ്ഞാൽ ദേഷ്യക്കാരൻ, കുറ്റബോധം, സ്വയം സഹതാപം, അങ്ങനെ കുറെ കാര്യങ്ങള്, കുറെ 7ാം പടിയിലും 6ാം പടിയിലൊക്കെ പറയില്ല, സ്വന്തം പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിത്വം അത് ഇപ്പോഴും ഉണ്ട്. കാരണം വീട്ടിലാവുമ്പോ മദ്യപിച്ചാവുന്ന ആളും കുടുംബം നോക്കുന്ന ആളാണ്, അങ്ങനെയാണ്. പിന്നെ കുറെ പണിക്കാർ. അപ്പൊ അതൊരു എന്റെ ശീലം സ്വയം പ്രാധാന്യത്തിലൂടെ കടന്നു വന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് അതൊരു അപാകതയാണെന്ന് ഞാൻ മനസ്സിലാക്കി. സത്യസന്ധതയില്ലായ്മ, കടുത്ത സത്യസന്ധത പറയുന്ന പ്രോഗ്രാമില് ഞാൻ പറയുന്നതെല്ലാം ആ പറഞ്ഞ കടുത്ത സത്യസന്ധതയിലുള്ള കാര്യങ്ങളായിരുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ അവിടെ ഞാൻ എന്റെ ന്യായീകരണം കൊണ്ട് വെച്ചിരുന്നു. കുറെ പണിയുടെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ അത്ര ആവശ്യമില്ല.
അതൊരു കുറച്ച് സ്ഥലത്ത് മാത്രം നിലനിൽപ്പിന്റെ കാര്യങ്ങളാണ്. അപ്പൊ അപ്പൊ ഇപ്പോഴും പൂർണ്ണമായിട്ട് അങ്ങനെയാണോ? പൂർണ്ണമായി കടുത്ത സത്യസന്ധതയിലാണോ? അല്ലാതെ തന്നെയാണ് അതിന്റെ ഒരു ഇതുങ്ങണു. പിന്നെ എല്ലാവരും എന്നെ ഭയങ്കര ധൈര്യമുള്ള ആളൊക്കെ ഇതായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ഭയമുള്ള ആളാന്ന് മനസ്സിലാക്കി. ഈ ഭയം, അതിഗംഭീരമായ ഭയമാണ് എന്നെ ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചതാണ്. അഭീരുത്വം, സ്വയം സഹതാപം, ഈ ശക്തീകരണത കൊണ്ടുണ്ടാവുന്ന കോപം, മറ്റുള്ള നീരസം, അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പ്രതികാര ചിന്തകൾ. ഇപ്പൊ വീട്ടിൽ തന്നെ വൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ അവരൊക്കെ തെറ്റ് ചെയ്താലും ഞാൻ സ്വയം ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. എന്റെ പക്ഷം ജയിക്കാൻ വേണ്ടിയുള്ള ഒരു താരം. എൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വീട്ടിലൊരു കാര്യം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന, ക്ഷമയില്ലാത്തൊരവസ്ഥ. പൊതുവെ മടിയനും അലസനും സുഖിമാനാണ്. അപ്പൊ ആ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയതാണ്. ഞാൻ വിചാരിച്ചു അതിലേക്ക് അത്യാഗ്രഹമില്ലാത്ത ആളാണ് ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ. അപ്പോ അതിനെ കുറിച്ചിട്ട് സംസാരിച്ചപ്പോഴും വായിച്ചപ്പോഴും അത് എനിക്ക് ഉണ്ട്. അസൂയുണ്ട്, അഹങ്കാരമുണ്ട്, നീട്ടിവെക്കുന്നുള്ള സ്വഭാവമുണ്ട്. ഒരു കാര്യം പെട്ടെന്ന് കേട്ട ആദ്യം തലയിൽ കയറി വരിക നെഗറ്റീവ് ചിന്തകളാണ്. ഒരു പെണ്ണിനെ കണ്ടാലും ഒരു കുടുംബം കണ്ടാലും മറ്റുള്ള ഒരു വിഷയം ഒരാൾ നല്ലത് പറഞ്ഞാലും അതിന്റെ പോസിറ്റീവ് സൈഡിൽ വരാതെ ആദ്യം നെഗറ്റീവ് ചിന്ത വരുന്നുള്ളതാണ്. പിന്നെ ഒരു പെർഫെക്ഷൻ എന്നുള്ള രോഗം. ഞാനൊരു പൂർണ്ണനാണ്, എനിക്ക് എല്ലാ എന്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വെച്ചോർത്തിരിക്കണം, കത്രിക വേണം, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും പെർഫെക്ഷൻ ആവുന്നുള്ള പ്രശ്നം. അത് കാരണം കുടുംബത്തിലെ മറ്റുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നുമല്ല. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും വെടുപ്പിൽ വേണമെന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ അത്യാവശ്യം ഗോസിപ്പുകളും അതൊക്കെ കുറഞ്ഞു എന്നുള്ളൂ. പൂർണ്ണമായി ഗോസിപ്പ് മറ്റൊരു പ്രവർത്തിക്കാതിരിക്കുന്നില്ല. അതുപോലെ എപ്പോഴും നന്മയുള്ള സംസാരിക്കുന്ന പരിപാടിയൊന്നല്ലാതെ ആ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റു മനുഷ്യരുമായിട്ട് ഇഴകി ചേരാൻ പറ്റുന്നില്ല, ഒറ്റപ്പെടല്ലേ. പല രീതിയിൽ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോ, ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോ, ഒരു വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വന്നാലേ ഒരു വെപ്രാളാണ് അവരിൽ നിന്നൊക്കെ ഒളിച്ചോടാന്. ഒരു അനുയോജ്യമായ ഒരു ഏക്കാരനായിട്ട് എത്ര മണിക്കൂർ ഇരിക്കുക? പക്ഷെ ഞാൻ ഇരിക്കേണ്ട സ്ഥലത്ത് ആ സ്ഥലത്ത് നിന്ന് ഒറ്റപ്പെടുക, ഒരു കൃത്രിമത്വമായിട്ട് രീതിയിൽ അവരോട് സംസാരിക്കുക, തിരക്കുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുക. അവിടെ അല്ല, ഇത് ഇവിടെ ഉണ്ട്, മറ്റോടത്തുണ്ട്, അതുണ്ട് എന്നുള്ള രീതിയിലും പറഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മ. പറഞ്ഞ പോലെ വൈഫ് എന്തെങ്കിലും പറഞ്ഞ ആളെ വീട്ടിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ പാലിക്കാതിരിക്കുക. ഏട്ടനനിയന്മാരും കുടുംബാംഗങ്ങളും ഇപ്പൊ എന്റെ ഫോണൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അനിയന്മാരൊക്കെ വിളിച്ചത് വളരെ, എനിക്ക് ആ ശീലമല്ല. ഞാൻ പലപ്പോഴും എതിർപ്പിക്കാനും വാസനൊക്കെ എന്നുള്ള പലപ്പോഴും ആ ശീലങ്ങൾ പലപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാൻ ആഗ്രഹിച്ചത്, പക്ഷെ നടക്കുന്നില്ല. ശീലല്ല, വല്ലാത്ത അപകടയാണ്. പിന്നെ ഒരു ധിക്കാരമായുള്ള ഒരു രീതിയാണ്, ഭയങ്കര മുൻവിധിയാണ്. അപ്പൊ ഇത്ര കുറെ വൈകല്യങ്ങളാണ്, ഈ അപാകതകളാണ് സത്യത്തില് ഇതിന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. വിലയിരുത്തുമ്പോഴും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോ ജീവിതത്തിലെ വലിയ വലിയ അപാകതകൾ മാറിയപ്പോ, ഈ ലഹരികൾ മാറിയപ്പോ, മറ്റേ ജോലിക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ട് മാറ്റി വെച്ചപ്പോഴാണ് സത്യത്തില് ഇതിന്റെ ഒരു തീവ്രത കൊണ്ടാണ് സത്യത്തില് ഈ കാര്യങ്ങളിലേക്കൊക്കെ വീണ്ടും മദ്യപിക്കാനും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോവാനും എന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന, എന്റെ ശാന്തത നശിപ്പിക്കുന്ന കാര്യങ്ങളിലാണ് ഞാൻ. അതുകൊണ്ടാണ് പണ്ട് ധ്യാനം ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും അമ്പലങ്ങളിൽ പോയിട്ടും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഈ അപാകതകളുടെ ഒരു കുറവ് സംഭവിച്ചില്ല. മദ്യപം നിർത്തി മറ്റുള്ള ലഹരി നിർത്തി അതിന് കുറവ് സംഭവിച്ചില്ല. പക്ഷെ ആൽക്കോളിസംസിൽ വന്നപ്പോഴാണ് അതിന്റെ കുറച്ച് കാലങ്ങൾ ചെയ്തപ്പോൾ അതിന്റെ രീതിയിൽ കാര്യങ്ങളെ അഡ്രസ് ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഓരോന്ന് അതിന്റെ മാളത്തിൽ നിന്ന് പുറത്ത് ചാടിക്കുന്ന രീതിയിൽ
ചർച്ച ചെയ്യുകയും ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് എങ്ങനെയൊക്കെയുള്ള അതുള്ള രീതിയിലാണെന്നും പിന്നെ ഈ പറയുന്ന പോലെ ഇതിൽ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഞാൻ അഹങ്കാരാണ് 7-ാം പടിയിൽ പ്രാർത്ഥിക്കുന്ന അഹങ്കാരം മാറ്റി തരണമേ, എന്റെ അസൂയ മാറ്റി തരണമേ. അപ്പോ ചില കാര്യങ്ങൾ അത്ര ബുദ്ധിമുട്ടായും ചില ദിവസങ്ങളിൽ ആ പ്രാർത്ഥന തന്നെയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടുന്നില്ല. പക്ഷെ ഈ സാധനം തലയിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട അഹങ്കാരപരമായുള്ള ഇന്നത്തെ ഒരു ദിവസം ഞാൻ കാലത്ത് എണിക്കുമ്പോൾ എന്റെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണമേ. അപ്പൊ ഞാൻ അതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ വരുമ്പോ അതിങ്ങനെ തലയിൽ വന്നിട്ട് ഇങ്ങനെ ഇതാക്കും. അപ്പൊ മെല്ലെ അതിൽ ഒരു ചെറിയ കൂട്ടാതെ കൂടില്ല, അതിങ്ങനെ മെല്ലെ ഒന്ന് കുറഞ്ഞു വരും. വീട്ടിൽ വരുമ്പോ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇവരെ കുടുംബത്തിൽ തുടങ്ങാന്ന് പറയുന്ന രീതിയിലേക്ക് തുടങ്ങുമ്പോൾ കുറെ വൈകല്യങ്ങൾ വരുമ്പോ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ മെല്ലെ പോകുന്നുണ്ട്. അതിന് പ്രധാന കാര്യമായിട്ട് ഒരു സ്നേഹാന്തരീക്ഷത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിലൊരു അവസ്ഥ ഉണ്ടായി. പരസ്പരം കാരണം അവരെ കേൾക്കുകയും അവരെ മനസ്സിലാക്കുകയും നമ്മളെ പിന്നീട് കുടുംബത്തിലും സ്നേഹം, പരസ്പര ധാരണ, സഹിഷ്ണുതയോടുള്ളൊരു ഒരുമിച്ച് അല്ല ലോണിലും ഒരുമിച്ച് കുട്ടികളുടെ പ്രായം ഒപ്പം യാത്ര കൊണ്ടുപോകുന്ന പ്രായമൊക്കെ കാരണം അവിടെ ഞാൻ ഇപ്പൊ എന്റെ അഹങ്കാരം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് ഒരു ഗ്രഹനാഥനാകുകയും എൻ്റെ ഒരു അപ്പൊ എൻ്റെ ഒരു പെട്ടെന്ന് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ അതേ വൈകല്യത്തിൽ തന്നെ എനിക്ക് ആ കുടുംബം ദൈവാനുഗ്രഹം കൊണ്ട് ഒരു സ്നേഹത്തിന്റെ രീതിയിലേക്ക് ആക്കാൻ പറ്റി. അതെന്റെ കുറെ വൈകല്യങ്ങളെ എടുത്തു മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. ആ വൈകല്യം എടുത്തു മാറ്റുന്നതോടൊപ്പം തന്നെ ഡെയിലി മീറ്റിങ്ങിന് പോവുകയും ഇത് വായിക്കുകയും അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ കൂടി ഒരു കുറെ ഘടകങ്ങൾ കൂടി ചേരുമ്പോ അത് വർക്കായി. ഈ ഒന്നുങ്ങ ഇതാണ് സ്നേഹം, ഇങ്ങനെ അതൊരു ആസക്തിയായിട്ട് പലതും കൊടുക്കും. അപ്പൊ അവർ കുറെ കഴിഞ്ഞാൽ അത് അവർക്ക് ഭ്രാന്താവും. ഇപ്പൊ സെക്സ് ആയാലും സ്നേഹമായാലും സാധനങ്ങൾ മേടിച്ചു കൊടുക്കലും ഇതൊരു ആദ്യ സമയത്തൊക്കെ ഇതൊരു രോഗമാണ് ചെയ്തിരുന്നത്. ക്ഷമയാണെങ്കിൽ വല്ലാണ്ട് എന്റെ പറയേണ്ട സമയത്ത് പോലും പറയില്ല. കാരണം ഈ ഒന്നും കാശല്ല നെഞ്ഞത്തെല്ലാം കളരിക്ക് പുറത്തുനിന്ന് വെള്ള ഒരു സ്വഭാവ അതാണല്ലോ ഒരു മദ്യാസക്തന്റെ ഒരു പ്രശ്നം. അപ്പോ ഈ പറയുന്ന സഹിഷ്ണുത, ക്ഷമ, ദയ, ഭയങ്കര പണിയുടെ കഠിനാധ്വാനം ചെയ്യുക, സ്ഥിരോത്സാഹം, ഇതെല്ലാം രോഗമായിട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ടോപ്പിൽ ചെയ്തത്. പക്ഷെ ഈ ടോപ്പിൽ ചെയ്യുമ്പോഴും ഇത് ശരിക്ക് അറിഞ്ഞിട്ടല്ല, അതിന്റെ ഒരു രൂപമല്ല, രോഗമാണ് ആവാണ്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത് സത്യത്തിൽ. പക്ഷെ എന്നാലും അത് ഗുണം കിട്ടി. കുറെ പിന്നെ കാര്യങ്ങളൊക്കെ അതിന്റെ ഇതിലൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ ഞാൻ ചെയ്യുന്നതൊക്കെ ഒരു കറക്റ്റായ രീതിയിലല്ല കാര്യങ്ങള്. അതെല്ലാം ഈ രോഗാവസ്ഥയിലാണ്. മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഈ രോഗാവസ്ഥയിലാണ് സംഭവങ്ങൾ. പക്ഷെ ഇവിടെ നിരന്തരം അതിനോടൊപ്പം വായനയും മറ്റുള്ളവരെ മുന്നേ കടന്നുപോയ ആൾക്കാരോടുള്ള ചർച്ചകളും കാര്യങ്ങളും പിന്നെ വീണ്ടും വീണ്ടും പഴയ സാധനങ്ങൾ പൊന്തി വരികയും വീണ്ടും അസ്വസ്ഥനാവുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, ഈ പറഞ്ഞല്ലേ ഒരു പനി വന്ന വലിയ തലവേന, ബ്രെയിൻ ട്യൂമറാണ്, ഗ്യാസിന്റെ ഇത് വന്ന അറ്റാക്കാണ്, അങ്ങനെ എന്തിനേയും എസ്റ്റീം ലെവലിലേക്ക് ചിന്തിച്ചിട്ട് അത് നടന്ന പോലെ വിഷമിക്കുന്ന, ശരീരം തളരുന്ന പ്രശ്നങ്ങളൊക്കെ. അപ്പൊ പലതും പോവൊന്നുമില്ല, പലതിലും മനസ്സിലാക്കി വെക്കുന്നു. ഇപ്പൊ ഇന്നിപ്പോ ഇതൊക്കെ ആണെങ്കിലും മറ്റേതെന്താ സംസാരിക്കില്ല, വേഗം മൂളിച്ച് ചുക്കാപ്പി വിളിച്ച് അത് വിളിച്ച് ഇത് വിളിച്ച് ഒരു പ്രവർത്തനം ഇല്ലാത്ത ഒരാളായിട്ട് അതിന്റെ മടി പിടിച്ച് എന്റെ വൈകല്യത്തെ ഞാൻ തന്നെ ന്യായീകരിച്ചു കൊണ്ടുവരും. ഇതിന്റെ ഈ അപാകതനെ രോഗമല്ല, അതല്ല, ഇതല്ല. എന്നിട്ട് ഞാൻ വിഷമിക്കുന്ന പനിയുടെ വിഷമല്ല ഞാൻ അനുഭവിക്കുക, ബ്രെയിൻ ട്യൂമർ വന്ന വിഷമമാണ് അനുഭവിക്കുന്നത്. അപ്പോ എന്തും ആ രീതിയിലാണ്. അപ്പൊ പക്ഷെ ഇതിൽ നിൽക്കുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും കേൾക്കുമ്പോഴാണ് അതിന്റെ ഒരു അപ്പൊ ഇന്ന് പനിയോ അതിപ്പോ ഇവിടുത്തെ പറിച്ച ആയിട്ട് എല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളാണ്, അത്രയും പ്രശ്നങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണെന്നുള്ള രീതിയിലേക്ക് അതിന്റെ ഈ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ട്, അതിന്റെ ഒരു അളവിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ സ്നേഹം, ക്ഷമ, സഹിഷ്ണുത, സഹാനുഭൂതി, ഇത്രയും കാര്യങ്ങളുടെ ഒരു പ്രവർത്തിക്കാൻ ഒരു ഏരിയ കിട്ടി. മറ്റേത് ഈ 7 മാരകപാപങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയിലാണ് ഒരു ദിനചര്യ കൊണ്ടു നടന്നിരുന്നുള്ളതാണ്. അഹങ്കാരം, ആർത്തി, അസൂയ, അത്യാഗ്രഹം, ഈ കാമം, ഇതിലൂടെയാണ് ഒരു ദിവസത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനെ വളർത്തുന്ന, അതിലൂടെയാണ് ജീവിതം കംപ്ലീറ്റ് പോകുന്നതെങ്കിൽ ഈ ആൽക്കഹോളിസംസിലെ മീറ്റിങ്ങും ഈ കുടുംബവും ഈ പടികളുടെ ഒരു പ്രാക്ടീസ്. നമ്മൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ
നമ്മൾ എന്ന് തന്നെയാണല്ലോ വായിക്കുന്നത്. ശക്തിഹീനാണ്, ജീവിതാനിയന്ത്രിത പോയി, എന്നെക്കാട്ട് വലിയ ശക്തിയുടെ ആവശ്യമുണ്ട്. ഇതിപ്പോ എന്നും ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴും എന്റെ പ്രാർത്ഥന അവിടെ ചെന്ന് കഴിഞ്ഞാല് പ്രാർത്ഥിക്കുകയും പിന്നെ ആമുഖം പറയുകയും പിന്നെ പടികളാണ്. ഏത് വിഗ്രഹത്തിന്റെ മുന്നിലും എന്റെ ഒരു ആരാധന ക്രമതായി മാറി എന്നുള്ളതാണ്. അപ്പൊ ഒരു നിരന്തരാണ്, ദിവസമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ അപാകതകളെ എനിക്ക് ഇത്രയും ആദ്യത്തെ പ്രശ്നം കഴിയുകയും പിന്നെ ഇതിന് കണ്ടെത്താൻ പറ്റുന്നത്. ഇത്രയും സാധനങ്ങളുണ്ട്. ഇപ്പൊ ഭയത്തെ കുറിച്ച് പറയുന്നത്, ഇത്രയധികം ഭയത്തെ കുറിച്ച് ആൽക്കോളിസിസം അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കില്ല, അറിയാൻ ശ്രമിക്കില്ല, എന്റെ ഈ പ്രശ്നത്തെ അറിയാൻ ശ്രമിക്കില്ല. ഇതിപ്പോ ഈ മെമ്പർമാരല്ല വേറെ ആരാണ് ഇതിന് ശ്രമിക്കാൻ നോക്കുമ്പോ അവര് പിന്നെ ഭ്രാന്തുണ്ടെന്നോ പറയുള്ളൂ. പക്ഷെ ആ ശ്രമങ്ങളും ആ പരിശ്രമങ്ങളും നമുക്ക് തരുന്ന ശാന്തത ഉണ്ട്. നമ്മളൊരു വല്ലാത്തൊരു ആന്തരികമായ ആ മനോഭാവത്തിലൊരു മാറ്റം വരുത്തുന്നുണ്ട്. അതാണ് നമുക്ക് ഇത് ആൽക്കോളിസംസ് എന്നുള്ള അത് നമ്മൾ അനുഭവപ്പെടുന്നതാണ്. ഇത്രയും പുസ്തകങ്ങളിൽ നിന്ന് ഇത്രയും മറ്റുള്ള കേൾക്കുന്ന കേട്ടതും വായിച്ചത് കൊണ്ടും നമ്മളിൽ ഉണ്ടായിട്ട് അത് നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു സമാധാനവും സന്തോഷം ഉണ്ടെന്നുള്ളത്. അതാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട്. മദ്യാസക്തനാണ്, മദ്യപിക്കുന്നില്ല. കാമാസക്തനാണ്, ഇന്നത്തെ ഒരു മറ്റുള്ളൊരു കാര്യത്തിൽ ഇത് പോകുന്നില്ല. ചൂതാട്ടത്തിന് ഇതുള്ള ആളാണ്, ചൂതാട്ടത്തിന് പോകുന്നില്ല. മറ്റുള്ള ആസക്തികളുണ്ട്, പക്ഷെ അതിലൊന്നിനും പോകുന്നില്ല. ഇതൊക്കെ ഈ അപാകത അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതിനോട് ഈ ചിലതൊന്നും പറഞ്ഞ പോലെയൊക്കെ ഇതിനു വേണ്ടി ഏഴാം പടിയിൽ പ്രാർത്ഥിക്കാൻ തന്നെയല്ലേ പറയുന്നത്. ഏഴാം പടിയിൽ നമ്മളെ എന്താണോ നമുക്ക് മാറ്റാൻ പറ്റുക, അമിതമായ ദേഷ്യത്തെയാണോ, അമിതമായ കാമത്തെയാണോ, അമിതമായ അഹങ്കാരത്തെയാണോ, നമ്മൾ എന്തെന്നെയാണോ നമ്മൾ ബുദ്ധിമുട്ടി അഡ്രസ് അതിനെ ദൈവത്തോട് വിനയപൂർവ്വം അപേക്ഷിക്കുക ചെയ്യുന്നത്, അതിന് പ്രാർത്ഥിക്കുക ചെയ്യുന്നത് നമ്മൾ ആ രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത തരത്തിലായിരിക്കും അതിന്റെ അളവുകൾ. ചിലർക്ക് ഭക്ഷണത്തോടായിരിക്കാം, ചിലർക്ക് വേറെ വല്ല രീതിയിലായിരിക്കാം, ചൂതാട്ടായിരിക്കാം, ചിലർക്ക് മദ്യപാനം നിർത്തി ബാക്കി എല്ലാം പ്രാക്ടീസ് ചെയ്യണം. ചിലതുമായി എന്താ പറയാ, ഒരു പ്രേമത്തിലാവുന്ന ഒരു അവസ്ഥ, വൈകല്യമായിട്ട് അപാകതകളായിട്ട് പ്രേമത്തിലാവുന്ന ഒരു അവസ്ഥ, അതിനെ കൊണ്ടു നടക്കാവുന്ന രീതിയിലേക്ക്. അപ്പൊ ഇതൊന്നും വേണ്ടാന്ന് വെക്കണമെന്നും ആൾക്കാരുടെ മുന്നിൽ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ ഒരു മഞ്ഞ് പോലെ വെണ്മുള്ളനാവാനല്ല എന്ന് പറയുന്നുണ്ട്. അവനാന്റെ ശാന്തതയ്ക്കും സ്വസ്ഥതയ്ക്കും ആണെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ചെയ്യുമ്പോ ഒരു 7 വർഷം ഇത്രയും കാലത്തിനിടയിൽ ഞാൻ മറ്റുള്ളവരൊക്കെ ഒന്ന് അകന്നൊരു വ്യക്തിയായി എന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ തന്നെ പണ്ടത്തെ ബഹുമാനോ ക്ഷണിതാവെന്നല്ല ഞാനിപ്പോ. അവരൊന്നും മറന്ന പോലത്തെ രീതിയിലേക്കാണ് സുഹൃത്തുക്കള്. അപ്പൊ ഞാന് ഈ വൈകല്യത്തിലാണ് എന്നെ അവർ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരാണ്. കുടിച്ചിട്ട് അല്ലെങ്കിൽ തല്ലുണ്ടാക്കിയിട്ട് പൈസ ചിലവാക്കിയിട്ട് അവരുടെ കാര്യത്തിൽ കൂടി. അപ്പൊ എന്നെയല്ല സത്യത്തിൽ. പക്ഷെ ഇതിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാര്, ഇതേപോലത്തെ ആൾക്കാര് വേറെ ഉണ്ട്. പക്ഷെ ഞാൻ നടന്നിരുന്നതൊക്കെ എന്റെ ഈ വൈകല്യമുള്ള, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുമ്പോ എന്താ ആൾക്കാരൊക്കെ ശരി സ്നേഹമല്ല ആവേണ്ടത്, എന്നെ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്, എന്നെ അംഗീകരിക്കല്ലേ വേണ്ടത്. പക്ഷെ ഇതൊന്നല്ല സംഭവിച്ചത്. സത്യത്തില് അത് സംഭവിച്ച ഞാൻ വീണ്ടും കുടിച്ചു പോയെന്ന്. ഈ പറയുന്ന അവർ പഴയ രീതിയിൽ എന്നെ ആ മാന്ത്രിക ഹിപ്നോട്ടിസം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് അവര് ഭയങ്കരമാണ് സംഭവം എന്നൊക്കെ ഇവരൊക്കെ എന്നെ പറയുകയാണെങ്കിൽ എന്റെ ദൈവം എന്നെ ശരിക്കും എന്നെ ഉയർത്തി കൊണ്ടുപോകാന്നുള്ളതാണ്. ഞാൻ ആഗ്രഹിക്കാതാണ്. മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും എന്നെ അംഗീകരിക്കും, പഴയ ചീത്തപ്പേര് പോവും, അങ്ങനെ ഇപ്പോഴും അവന് ഭ്രാന്താണ്, അവൻ പെണ്ണുപിടിയാണ്, അവൻ അതാണ്. അപ്പൊ എന്നോട് ദേഷ്യമുള്ള എല്ലാവർക്കും ഓരോ രീതിയിലാണ് പറയാ. അവൻ പലിശയ്ക്ക് പൈസ, അങ്ങനെ എന്നെ ആശാന അദ്വൈത് എന്നൊക്കെ വിളിച്ചിരുന്ന ആൾക്കാർ തന്നെ അവര് നമ്മൾ ഈ പറയുന്ന ഒരു ദിവസം വളരെ നല്ല രീതിയിൽ പോകുമ്പോഴും പ്രശ്നമില്ലാതെ പോകുമ്പോഴും കുടുംബം നോക്കി അങ്ങനെ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇതാണ്. പക്ഷെ ഇതൊക്കെ ആൽക്കോളിസംസ് ഉള്ളത് കൊണ്ട് ഇതൊരു തിരിച്ചറിയാൻ പറ്റും. അതങ്ങനെയാണ്, അങ്ങനെ ആയതാ കുഴപ്പമില്ല. പക്ഷെ ഇതിലല്ലെങ്കിലേ അതിന്റെ എന്തായാലും കുടിച്ചിട്ട് ഈ എല്ലാ പ്രശ്നങ്ങളും എന്റെ പുറത്തേക്ക് ചാടും എന്നുള്ളതാണ്. എന്റെ കുടുംബം തന്നെ ഇപ്പൊ നടക്കുന്നത് ആൽക്കോളിസംസ് ഇല്ലെങ്കിൽ എനിക്ക് ശരിയായ രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല. എന്റെ മക്കളോട് ഇടപെടുന്നത് തന്നെ എനിക്ക് ആൽക്കോളിസംസിന്റെ പ്രോഗ്രാമിലോ മീറ്റിങ്ങിലോ ഈ കാര്യങ്ങളില്ലെങ്കിൽ എനിക്കറിയില്ല എന്നുള്ളതാണ്. ഭയങ്കര ചിട്ട വെക്കും. 6 മണിക്ക് ടി വി വെക്കാൻ പാടില്ല, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, വിളക്ക് ഭയങ്കര അവർ പ്രാന്താക്കും ഞാൻ.
അവര് വീട്ടിൽ നിന്ന് എന്നെ കാണുമ്പോ അവരിൽ പ്രത്യേക ഈ പറയുന്ന എനിക്കുണ്ടാകുന്ന എല്ലാ മാരകവും അവരെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന രീതിയിലേക്ക് അവര് മാറിപ്പോകും. ഭാര്യയ്ക്ക് സ്നേഹമല്ല ഉണ്ടാവുക. ഈ പറയുന്ന ഇനി വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തിൽ ചിട്ടോടെ വളർത്തുകയാണെങ്കിൽ സത്യത്തില് അവർക്ക് സ്നേഹം എന്നല്ല, അതൊരു അഭിനയവും ഒരു അതൊരു വല്ലാത്ത ഇതാണ്. ഈ വാക്ക് കൊണ്ട് സർക്കസ് കാണിക്കണ പോലെ ഭർത്താവാണ് ഭാര്യയാണെന്ന രീതിയിലാണുള്ളത്. അത് എപ്പോഴും നുണ പറഞ്ഞ് ശീലിച്ച, അല്ലെങ്കിൽ അത് പ്രതിരോധത്തിന് വേണ്ട രീതിയിൽ നുണകൾ പറഞ്ഞ് ശീലിച്ച ഒരു ബന്ധമായിരിക്കും ആൽക്കോളിസംസിന്റെ ഒരു ഭാര്യ മദ്യാസക്തനാവുന്ന ആൾക്കാർ. കാരണം പിടിച്ചു നിൽക്കണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറഞ്ഞും ഇതാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ അന്തർവ്യായാമല്ലാതെ ഒരു എന്താ പറയാ, ഒരു ടച്ച്, ശരീരം ഭാഷയൊന്നും ചിലപ്പോൾ നുണ പറയാൻ പറ്റില്ല. ശരീരത്തിന് ഊഷ്മാവ് നുണ പറയാം. നമ്മൾ ആ തലത്തിലേക്ക് നമ്മൾ ആൽക്കോളിസംസിന്റെ ഒരു എനിക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവ രീതി ഉണ്ടോ, കാര്യമുണ്ടോ, എനിക്ക് ആ സത്യസന്ധത ആ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയില്ല. അതൊരു പ്രവൃത്തിയിലൂടെ വളർന്നു വരുന്ന കുറെ കാര്യങ്ങളാണ്. ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു മനസ്സല്ലല്ലോ, അങ്ങനത്തെ ശീലിച്ചിട്ടില്ലല്ലോ. എന്താ പറയാ, സുഖമില്ലാത്തവിടുന്നൊക്കെ ഒളിച്ചോടുന്ന ഒരു രീതിയാണ്. വാക്കുകൊണ്ട് ഒക്കെ സർക്കത്ത് കാണിച്ചിട്ട്, അഭ്യാസം കാണിച്ചിട്ടൊക്കെ ഒരു മേക്കപ്പ് ചെയ്ത് അങ്ങനെ ശീലിച്ചാണ്. കുറച്ച് വർഷം എന്നല്ല, കുറെ വർഷങ്ങളാണ് ആ ശീലങ്ങളൊക്കെ ആയിരുന്നുള്ളതാണ്. അപ്പൊ ഇത് കിട്ടുമ്പോൾ ഇതൊരു ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. ഇതൊരു ത്യാഗം എന്നല്ല, ഇത് എന്താ പറയാ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണല്ല, ഇത് എനിക്ക് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്ന ആൽക്കോളിസംസിന്റെ ഈ പരിപാടികളാണ്. കുറെ പൈസ, മറ്റേ പിശുക്കനാവുക, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ മദ്യപാനം നിർത്തിയാലും എന്നിലേക്ക് വന്നിരുന്ന പണ്ട്, ഇപ്പൊ ആൽക്കോളിസംസ് വന്നിട്ടല്ലല്ലോ മദ്യപാനം, അവിടെ മുന്നേ മദ്യപാനം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ പല പ്രശ്നങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ഭ്രാന്തനാക്കിയിരുന്നു എന്നുള്ളതാണ്. മദ്യാസക്തന്റെ കൂടെ കുടിച്ചിട്ട് നടന്നാലാണ് ഏതോ ഭാര്യയും കുട്ടികളും ന്യൂറോട്ടിക് ആവുക, ഞരമ്പ് രോഗിയാവുക, മാനസിക രോഗിയാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം ഞാൻ കുടി നിർത്തിയ അന്ന കാലത്ത് എന്റെ കൂടെ ജീവിച്ചാലാണ് അവർ ശരിക്കും മാനസിക രോഗിയായി മാറിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അവരെ ഈ പറയുന്ന ഈ മീൻ മേടിക്കാൻ പാടില്ല, ഇറച്ചി മേടിക്കാൻ പാടില്ല, ഭ്രാന്ത് തന്നെ, വേറെ ഒന്നുമില്ല. എന്റെ അപാകത എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഭ്രാന്തെന്നായിട്ടാണ് ഞാൻ എന്നെ വിലയിരുത്തുന്നത്. എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഭ്രാന്തായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നുള്ളതാണ്. പക്ഷെ ആൽക്കോളിസംസ് ആണ് അതിന്റെ ഈ പറഞ്ഞ പോലെ അവനാനായിട്ട് ജീവിക്കുക, അതിലൂടെ നിരന്തരം ഇങ്ങനെ ഓരോന്ന് ഇപ്പൊ മദ്യം മാറ്റി പുകവലിയൊക്കെ മാറ്റിയപ്പോ ഈ നേരത്തെ പറഞ്ഞ ബന്ധത്തിലൊക്കെ ഉണ്ടാവുന്ന അടുപ്പം വളരെ, അത് നമുക്കറിയില്ല. സിഗരറ്റ് വലി നിർത്തിയാൽ എങ്ങനെയാ ഭാര്യ ഭർത്താവായിട്ട് അടുപ്പുണ്ടാവണം. എൻ്റെ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്, ഒരു ആളടുത്തിരിക്കുമ്പോ നമ്മളിലൊരു മാറ്റം സംഭവിക്കുകയാണ്. നമ്മളുള്ളിലാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒരു വൈകല്യത്തെ, ഒരു അപാകതയെ നമ്മളിൽ നിന്നുകൊണ്ട് മാറി നിൽക്കുമ്പോ നമ്മൾ ആ സ്പേസ് നമുക്ക് ശരിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള അത്രയ്ക്കും തരത്തില് അതൊരു ഊർജമാണ്. അത് നമ്മൾ അടുത്ത ഒരു വൈകല്യത്തെ എടുത്തു കളയാൻ നമുക്ക് ഒരു ഊർജമാണ്. അതുകൊണ്ടാണ് പ്രവർത്തിച്ചാൽ മാത്രം പ്രവർത്തിക്കുന്ന പ്രോഗ്രാം, ആക്സിസ് മാജിക് എന്നൊക്കെ പറയുമ്പോൾ ആ ആൽക്കോളിസംസ് അതാണ്. നമ്മൾ അറിയാതെ ഇതിന്റെ രീതിയിൽ നല്ല ശ്രദ്ധയോടെ ജാഗ്രതയോടെ മീറ്റിങ്ങും മറ്റുള്ള ശ്രദ്ധിച്ചും ഈ പറയുന്ന പ്രാർത്ഥന സത്യസന്ധമായി പോകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് ആവശ്യമുള്ളല്ലാത്ത ആ കാര്യമായിരുന്നു നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നുള്ള രീതിയിലേക്ക് ഒരു ചോദ്യം നമ്മളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളിലേക്ക് ചോദിക്കാൻ തുടങ്ങും. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ശരിക്കും നമ്മളെ ശാന്തനും സമാധാനം സംതൃപ്തിയുള്ളവനാക്കുന്നത് എന്താണ്? ഈ സ്നേഹം, സഹിഷ്ണുതയും, ഈ പറയുന്ന മറ്റുള്ളവർക്ക് സേവനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖവും, നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരാളായി മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളും, അതൊന്നും ഭൗതികമായ ആ സംതൃപ്തി നേടി തന്നിട്ടില്ല എന്നുള്ളത്, നേടിത്തരും ചെയ്യില്ല എന്നുള്ളത്. ഇതൊന്നും പറയുമ്പോ ആ തലത്തിലേക്ക് ചിന്തിക്കരുത്. ഞാൻ എപ്പോഴും ഈ പറഞ്ഞ എല്ലാ അപാകതകളും എല്ലാ പ്രശ്നവും ഒരു ഭാരം കുറഞ്ഞു എന്നുള്ളൂ. അതിന്റെ ഒരു അതിലല്ല ജീവിക്കണത്. അതൊന്ന് ആണെങ്കിലും ആൽക്കോളിസത്തിന്റെ ജീവിത രീതിയിൽ ജീവിക്കുമ്പോൾ ഈ പടികളുടെ പ്രാക്ടീസ് ആണ്. ഇപ്പൊ നമ്മൾ പറയല്ലോ, 1-ാം പടി മാത്രമാണ് പൂർണ്ണമായി നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾക്ക് ചെയ്യലാണ്, ആരംഭമാണ്.
അത് ചെയ്യാനുള്ള ഒരു ആരംഭം മാത്രമാണ്. അപ്പൊ ഇത്രയും അപാകതകള് ഇത്രയും അപാകതല്ല, ഇതിൽ പറയുന്ന 17-18 അപാകതകൾ 7-ാം പടിയിൽ നമ്മളെ ബിഗ് ബുക്കിലുണ്ട്. നമ്മൾ എഴുതിണ്ടാക്കിയപ്പോ എത്രയോ അപാകതകളാണ്, ഒരുപാട് അപാകതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഇതിപ്പോ ആഘോഷം ഇത് മുന്നേ നമ്മുടെ ശരീരത്തിൽ മുന്നേ പല ഇതിലൊക്കെ ഉള്ളത് തന്നെയാണ്. ആസുരിക ഭാവം, ദൈവിക ഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ സ്നേഹം കാര്യങ്ങളും ഇതൊക്കെ. പക്ഷെ ഇതൊന്നും നമുക്ക് അറിയില്ല. ഇതിൽ ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഇത് അറിയില്ല. അപ്പൊ അതിനൊക്കെ ആ തരത്തിൽ ജീവിക്കുന്ന ദിനചര്യ ഉണ്ടാക്കി, 24 മണിക്കൂർ ദിനചര്യ, ശരീരത്തെ ശ്രദ്ധിച്ചും നമ്മളെ ആവശ്യങ്ങള് ഈ പറയുന്ന പോലെ കൂടുതൽ ഡിമെൻഡ് ചെയ്യുന്ന പരിപാടികൾ നോക്കുമ്പോൾ പലതും ഇപ്പൊ ജോലി തന്നെ ഞാൻ ആ തരത്തിലേക്ക് ആക്കി. എല്ലായിടത്തും ഇത് കിട്ടണം. ആകെത്തിക്കുന്നവർക്കും ഭ്രാന്തായിരിക്കുന്ന ആൾക്ക്, ജോലിയുടെ കാലത്തോട്ട് രാത്രി ജോലിയുടെ കാര്യമായിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ചിന്തയിലോ കാര്യങ്ങളോ ഇതൊക്കെ തലച്ചോറ് കൊണ്ടാണ് ഇത് ചിന്തിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ശരിയാക്കിയെടുക്കണ അതിൽ കുറെ സ്ട്രെസ്സുള്ള കുറെ ഭാഗം ഉണ്ടെങ്കിൽ, കുറെ കടങ്ങൾ ഉണ്ടെങ്കിൽ, രോഗമല്ലാതെ വേദന ബുദ്ധിമുട്ടിക്കുമ്പോൾ, വല്ല പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയുമ്പോൾ നമുക്കൊരു തടസ്സം നിൽക്കും. പ്രത്യേകിച്ച് ഒരു ശക്തിഹീനായ മദ്യാസക്തനായതുകൊണ്ട് നമുക്ക് ആ തടസ്സങ്ങൾ നിൽക്കും. പിന്നെ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല, മെല്ലെ നിരന്തരം ഇതിലൂടെയാണെങ്കിൽ ഈ പറയുന്ന ശാന്തത നമ്മളിലേക്ക് കടന്നു വരും. അപ്പോ പണ്ടത്തെ കള്ളുകൂടി നിർത്തി കഴിഞ്ഞിട്ട് കുറെ ആൾക്കാരോട് പ്രതികാരം ചെയ്യാണ്ട്, എന്നെ ഉപദ്രവിച്ചവരൊക്കെ എനിക്ക് ശരിയാക്കി കൊടുക്കാണ്ട്, എന്നെ ഭാര്യ വീട്ടുകാരൊക്കെ ശരിയാക്കാണ്ട്, എന്നെ അനുസരിതാക്കിയവരൊക്കെ ശരിയാക്കാണ്ടെന്നുള്ള ചിന്തകളിൽ നിന്ന് മെല്ലെ അതൊക്കെ എനിക്ക് ആവശ്യമില്ലാത്ത പരിപാടിയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. മീറ്റിങ്ങിലായതുകൊണ്ട് ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ ഇന്ന് നാളെ ഞാൻ മീറ്റിങ്ങിലാവണം, നാളെ ഈ പടികൾ പ്രാക്ടീസ് വേണം, ഇതേപോലെ സംസാരിക്കുകയും കേൾക്കുകയും വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യണം. ഉള്ളിലുള്ള പഴയ 7 മാരകപാപങ്ങളുടെ അതിലേക്കൊക്കെ ഞാൻ വളവും വെള്ളം ഒഴിച്ചു കൊടുത്ത വളരെ പെട്ടെന്നാണ് അത് പുറത്തേക്ക് ചാടുക. അത് ശക്തനാണ്, സൂത്രശാലിയാണ്, ചിന്താക്കുഴപ്പമുണ്ടാക്കേണ്ട രീതിയിലുള്ള പ്രശ്നമാണ്. അതെന്നെ എല്ലാ തരത്തിലും എന്നെ എന്താ പറയാ തിരുക്കുള്ളവനാക്കി, അതിന്റെ ബുദ്ധി വർക്ക് ചെയ്യാത്ത രീതിയിൽ അതെല്ലാം ബുദ്ധിപ്പിച്ച് വേറൊരു തരത്തിലുള്ള ഒരാളാക്കി മാറ്റും. അപ്പൊ ദൈവത്തിനോട് പ്രത്യേകം പ്രാർത്ഥന ഉണ്ട്. കാരണം ആൽക്കോളിസംസിന്റെ ഈ പ്രോഗ്രാമിൽ തന്നെ പോകണം. കാരണം അതിന്റെ ഒരു മടുപ്പ് വരാനോ ബോറടിക്കാനോ ഇഷ്ടക്കേട് വരാനോ ഒക്കെ സംഭവിച്ചാൽ പ്രശ്നം. അതുകൊണ്ടാണ് മറ്റൊരു മദ്യാസക്തനുമായി ചെറിയൊരു വാക്ക് തർക്കത്തിലും പോലും ഏർപ്പെടാതെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരാളെ വിഷമിക്കാതെ നോക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം മദ്യാസക്തനാണ് അവൻ. പിണങ്ങിയാല്, തർക്കിച്ചാല്, മത്സരിച്ചാല് അവൻ പോവുക കുടിയിലേക്കാണ്. കുടിക്കാതെ മരിക്കുക തന്നെയാണ് അർത്ഥം. അവൻ മാത്രല്ല അവന്റെ കുടുംബത്തെയും ആ ചുറ്റുപാട് എല്ലാത്തെയും അവൻ നശിപ്പിച്ചേ പോകുള്ളൂ. ഇന്നലെ എന്റെ സുഹൃത്ത് കൂടെ കുടിച്ചിരുന്നാണ് 2 ദിവസം 3 ദിവസം വീണ് മരിച്ചു. കുടിക്കുമ്പോ എന്നെ ഉപദേശിച്ചിരുന്നതാണ്, ഇത്രയും കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്നതാണ്. എന്നെ പിന്നെ ആൽക്കോളിസം വന്നിട്ട് എന്നെ കാണുമ്പോ കൗൺസിലിംഗ് ചെയ്യാൻ അത് ചെയ്യണ ആളെന്ന് പറഞ്ഞിട്ട് എന്നെ പരസ്യമായിട്ട്, പക്ഷെ എന്റെ അടുത്ത കൂട്ടുകാരനാണ് ആത്മാർത്ഥമായിട്ട്. പക്ഷെ ഇതിനൊരു ദൈവാനുഗ്രഹവും വേണമല്ലോ, ആൽക്കോളിസത്തിന് ഒരു ദൈവാനുഗ്രഹവും വേണമല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനും. പോയി. അപ്പൊ അതിന്റെ ഇനിയിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളിയാഴ്ച സഞ്ജയനാണ് എന്നുള്ളതാണ്. അപ്പൊ കുറെ ആൾക്കാരായി. അപ്പൊ അതൊക്കെ കാണുമ്പോ ഞാൻ ജീവനോട്ടിരിക്കുമ്പോ ദൈവത്തിനോട് നന്ദി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അനുഗ്രഹങ്ങളുടെ ഒരു മനസ്സിലാക്കലും. കാരണം ജീവനോട്ടിരിക്കുന്നുണ്ട്, കുടുംബത്താണ്, വേറെ അലമ്പും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുന്നു. അപ്പൊ നന്ദി ഉണ്ടാവുകയാണ്. നന്ദി അറിയാതെ നമ്മൾ പറയുന്ന വാക്കുകളല്ലാതെ നമ്മളിൽ ആ നന്ദി ഉണ്ടാവുന്ന ഒരു അവസ്ഥ. ആ നന്ദിയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ശരീരത്തെ എക്സസൈസ് ചെയ്തും, ശരീരം പോഷകാഹാരങ്ങൾ കഴിച്ചും, കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സാമ്പത്തിക അച്ചടക്കവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് എൻ്റെ ഈ അപാകതകൾ എന്നെ ശല്യം ചെയ്യാതിരിക്കുന്നത്. എന്തായാലും സർശക്തനായ ദൈവത്തിന് നന്ദി, കൂട്ടായ്മയ്ക്ക് നന്ദി, ഓരോ ആൽക്കോളിസ് മെമ്പർമാർക്ക് നന്ദി, എല്ലാവർക്കും ആൽക്കോളിസ് കൂട്ടായ്മ സഞ്ചരിച്ച് വാഗ്ദാനം ചെയ്യുന്ന ആ സുബോധാവസ്ഥ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ജാല മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ നന്ദി. പ്രത്യേകിച്ച് മോഡറേറ്റർക്ക്, എന്നെ വിളിച്ച രാമേട്ടന്, കേട്ടിരുന്ന എല്ലാവരോടും, എൻ്റെ സ്പോൺസർക്ക്, മറ്റുള്ള പഴമക്കാർക്ക് എനിക്ക് പറഞ്ഞ അറിവുകൾ പറയുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞു. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഗുരുസിംഗേട്ടാ, താങ്ക് യു. ഇത്രയും നേരം ഞങ്ങളോടൊത്തായിരുന്നുകൊണ്ട്